എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു അടിപൊളി അച്ചാറുമായിട്ടാണ് വന്നേക്കണേ. ഇപ്രാവശ്യം കുറച്ച് ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹലുവ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. ഈ അച്ചാറും അതേപോലെ തന്നെ നല്ല രസമാണ്. ഒരു വെറൈറ്റി അച്ചാർ. അപ്പോൾ ബീറ്റ്റൂട്ട് മാത്രമായിട്ടല്ല, ബീറ്റ്റൂട്ടും ബീഫും കൂടി. ഇത് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വേറെ എങ്ങും. ഞാനിതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇടുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഇട്ട് ഷൂട്ട് ചെയ്തത് ശരിയായില്ല. അപ്പോൾ അച്ചാറ് തീരുകയും ചെയ്തു. അപ്പോൾ വീണ്ടും അടുത്ത സെറ്റ് ഇട്ടു. അപ്പോൾ അത് വലിയ തെറ്റില്ലാത്ത രീതിയിൽ ഷൂട്ട് ചെയ്തെന്നാണ് വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ പറയുക, നല്ല ടേസ്റ്റ്, നല്ലൊരു വെറൈറ്റി അച്ചാറാണ്. ഇരിക്കും തോറും അതിന് ടേസ്റ്റ് കൂടുന്നു. അപ്പോൾ നമുക്കെന്നാൽ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഈ വീഡിയോ ഞാൻ എൻ്റെ കോളേജ് ഫ്രണ്ട്സിന് ഡെഡിക്കേറ്റ് ചെയ്യാണ്. കൂട്ടുകാരെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉഷാറായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവും എല്ലാം ഞാൻ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഈ 3/4 കിലോ ബീഫ് നുറുക്കി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ 4-5 മുളക് കീറിയതും വേപ്പിലയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂറൊന്ന് വയ്ക്കാം. പിന്നെ ബീഫ് എടുക്കുമ്പോൾ നെയ്യ് ഒട്ടും തന്നെ ഇല്ലാത്തത് എടുക്കണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇതിൽ പിടിക്കട്ടെ. അതിനുശേഷം നമ്മളൊരു മൺചട്ടിയിലോ, മൺചട്ടി ഇല്ലെങ്കിൽ വേറെ പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച്, ആവശ്യത്തിന് ജസ്റ്റ് വേവാനുള്ള വെള്ളമൊഴിച്ചത് വേവിക്കാം. ഇതിപ്പോൾ ഈ ബീഫ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടണത് അധികം നേരം എടുക്കില്ല വേവാൻ. ഇനിയിപ്പോൾ കൂടുതൽ വേവുള്ളതാണെങ്കിൽ കുക്കറിലിടണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം. അപ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ബീഫ് വേവുന്ന സമയത്ത് നമുക്ക് ഇതിപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് കുക്കറിൽ 2 സീറ്റി അടുപ്പിച്ച് എടുത്തേക്കണതാണ്. നമ്മൾ തൊലി കളയാണ്ട് തന്നെ വേവിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ആ വെള്ളം നമുക്ക് കുറച്ച് ഈ അച്ചാറിലേക്ക് ഇടുകയും ചെയ്യാം. അതിന് ശേഷം അത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ തൊലി കളഞ്ഞെടുക്കുക ഇതേപോലെ. ഇനി ഇത് നമുക്ക് നുറുക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ബീഫിൻ്റെ സൈസിൽ തന്നെ നുറുക്കാം. ഇപ്പോൾ ബീഫ് ചെക്ക് ചെയ്യുക. ബീഫ് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഒരുപാട് ഉടയണ്ട. അതുപോലെ ആ സമയം കൊണ്ട് ഞാൻ ബീറ്റ്റൂട്ട് കട്ട് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് ഈ ബീഫ് ഇതിൽ നിന്ന് എടുക്കാം, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ആ ചതച്ചിട്ടിരിക്കുന്ന ഇഞ്ചിയും വേപ്പിലയും പച്ചമുളകും എല്ലാവരും കൂടി എടുക്കാം. എൻ്റെ ഇതിപ്പോൾ ഓവറായിട്ട് ഉടഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ഓയിൽ അത്യാവശ്യം ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കൂടുതലുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റ ബാച്ചിൽ ഫ്രൈ ചെയ്യുക. മാക്സിമം ബീഫ് മുങ്ങിക്കിടന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഓവറായിട്ട് ഒരുപാട് ഹാർഡാക്കി ഫ്രൈ ചെയ്യേണ്ട. ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ അംശം പോയി കഴിയുമ്പോൾ നമുക്ക് ആ ബീഫ് എടുക്കാം. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് തന്നെ ബീറ്റ്റൂട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതും ഇതേപോലെ നമുക്കൊരു 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാം. ബീറ്റ്റൂട്ടും ഇതേപോലെ ഒരുപാട് ഹാർഡാക്കി ഫ്രൈ ചെയ്യേണ്ട. ജസ്റ്റ് അതിൽ കുറേയൊക്കെ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് പോകാനായിട്ട്. ഇനി നമ്മളിത് ബീറ്റ്റൂട്ട് 2 ബാച്ചും ഫ്രൈ ചെയ്തതിന് ശേഷം അതേ ഓയിലിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, അതായത് 100 ഗ്രാമിൽ 50 ഗ്രാം വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതുണ്ട്. അപ്പോൾ ആ സ്ലൈസ് ചെയ്ത വെളുത്തുള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ അച്ചാറുണ്ടാക്കാം. അപ്പോൾ ഇത്രയും ഓയിൽ വേണ്ട. നമുക്കിത് ഓയിൽ ഇതിൽ നിന്ന് മാറ്റി ഏകദേശം ഒരു
1 കപ്പ് ഓയിൽ നമുക്ക് ബാക്കി വെച്ചാൽ മതി ഇതിൽ. ഞാൻ ഓയിലിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇനി ഇഞ്ചി 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് അതിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഒരു 3-4 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതും ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ. അത് എരിവ് അനുസരിച്ച് കൂട്ടാ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇതെൻ്റെ ഫ്രീസറിൽ ഇരുന്ന വേപ്പിലയാണ് കേട്ടോ, അതുകൊണ്ട് അത്ര ഫ്രഷായിട്ട് തോന്നണില്ല. വേപ്പില വേണ്ടി ഇട്ടിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി. ഇതിപ്പോൾ 2 മുളക് പൊടി മിക്സാണ്. കാശ്മീരിയും സാധാരണ മുളകിൻ്റെയും മിക്സ് ആയിട്ടുള്ള പൊടിയാണ്. ഇത് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. അത്യാവശ്യം നല്ല എരിവ് വേണ്ടവർക്ക് ഇത്ര ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവും ഇതിന്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇനി 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് അതും ഇട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ കായം പൊടിച്ചത്, വറുത്ത് പൊടിച്ച കായം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതും ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കിയാൽ മതി. നമ്മൾ വറുത്ത് പൊടിച്ചതായതുകൊണ്ട് കൂടുതൽ നേരം വെക്കണ്ട. ഇനി നമുക്ക് 1 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 കപ്പ് നമ്മൾ ആ ബീറ്റ്റൂട്ട് വേവിച്ച വെള്ളം അതൊഴിച്ച് കൊടുക്കുക. അതൊഴിച്ച് ഇതേപോലെ തന്നെ ഒരു 3-4 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്യുക. 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. നമുക്കിനി ഇതിൻ്റെ ഉപ്പും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ ഉപ്പും പുളിയും കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതിടെ ഏറ്റവും ബെറ്റർ. ഒരു 1/2 കപ്പ് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം പാകത്തിനുണ്ട്. നല്ല എരിവ്, ഉപ്പ്, പുളി എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ്, വെളുത്തുള്ളി, അതേപോലെ ബീറ്റ്റൂട്ട് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം ഒരു 5-6 മിനിറ്റ് കൂടി ഒന്ന് അങ്ങനെ തന്നെ ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒന്നുകൂടി ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിക്കുക. എല്ലാവരും ഓൾറെഡി വെന്തതാണ്. നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഈ അച്ചാറിൻ്റെ കൂട്ടെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, വായ്ക്ക് നല്ല ചൊടിയുള്ള ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് നമ്മൾ ബുദ്ധിമുട്ടണം. കുറച്ച് സമയം അതിന് സ്പെൻഡ് ചെയ്താൽ നമുക്ക് നല്ല ടേസ്റ്റോടെ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇത് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇനി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കഷ്ണം ബീറ്റ്റൂട്ട് എടുത്ത് നോക്കട്ടെ. എന്താ ടേസ്റ്റ്, എന്താ അത്യാവശ്യം നല്ല എരിവുണ്ട്. ഞാൻ അടുത്തൊരു ബീഫിൻ്റെ പീസ് കൂടി എടുക്കുകയാണ്. സൂപ്പർ. ഞാനിതിപ്പോൾ പാത്രത്തിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം എടുത്ത് തുടങ്ങാം നമുക്ക്. അതല്ല ഇപ്പോൾ നാളെ തുടങ്ങി വേണമെങ്കിൽ എടുത്ത് തിന്നാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറച്ചും കൂടി ഇരിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇപ്പോൾ ധൈര്യമായിട്ടൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളതിൻ്റെ കമൻറ്റ് അറിയിക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.
അച്ചാർ ഷെയർ ചെയ്തില്ലെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.